afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഓക്കെ, ഇനി നമുക്കൊരു നെക്സ്റ്റ് ഒരു ലാസ്റ്റ് പേജും കൂടി എടുക്കാനുള്ളൂ. 2, 3, 4 അല്ലേ? ബെനഫിറ്റ് തീരാനായിട്ട് ഒരു പേജല്ലേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് മിസ് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ, ഓരോ ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, പഠിച്ചു തുടങ്ങി എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. മിസ് അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ടൈം പോകും. ഓക്കെ, അടുത്ത ബെനിഫിറ്റ് ആണ് ഈ പ്രിസ്ക്രൈബിംഗ്. This software in health information system accelerates the complete prescription process normally done by the staff members of medical practitioners office. They are able to send and fill the prescriptions of every patient to the pharmacy online. Also, they can trace a entire process and take any action is required. This way, the whole process become quick, safe, and free of error. എന്താ പറയുന്നത്? ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയോ? ഗസ് ചെയ്യാൻ പറ്റും? പ്രിസ്ക്രിപ്ഷൻ എന്താണ്? പ്രിസ്ക്രിപ്ഷൻ എന്താണ്? ഡോക്ടർ എഴുതി തരുന്നതല്ലേ, കുറിപ്പ്. അപ്പോ ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോണിക്കലി പ്രിസ്ക്രൈബ് ചെയ്യുന്നതല്ലേ. ഇപ്പൊ ഡോക്ടർ അല്ലെങ്കിൽ എന്താണ്, ഒരു രോഗി ഡോക്ടറെ കാണാൻ വന്നു. ആദ്യം എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ചെയ്യും. അതിനുശേഷം രോഗി കൺസൾട്ടേഷൻ ചെയ്യും അല്ലെ. ഡോക്ടറിനെ കാണും. ഡോക്ടറിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്താണ്, അസുഖം എന്താണെന്ന് പറയും. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? അതെല്ലാം നോക്കി രോഗിയെ ഒന്ന് പരിശോധിച്ച ശേഷം ഇലക്ട്രോണിക്കലി മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യും. ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യും? മെഡിസിൻസ് എഴുതും. അതിനുശേഷം അത് ഫാർമസിയിലോട്ട് അയച്ചു കൊടുക്കും. ഓൺലൈനായിട്ട് ഫാർമസിയിലേക്ക് അയക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ പ്രിസ്ക്രൈബിങ്ങിന്റെ നേരത്തെ ക്ലാസ്സിൽ, നമ്മള് ആദ്യം എടുത്ത ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ എന്റെ കണ്ണട വെക്കുന്നതിന് മുൻപ് കണ്ണിൽ കുരു വരുമായിരുന്നു. അപ്പോ കാണിക്കാൻ പോയപ്പോ ഡോക്ടർ അങ്ങനെയാണ്, ഞാൻ ഡോക്ടർ എഴുതി തരുന്നത് നോക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു പൊക്കോളൂ, ഫാർമസിയിലോട്ട് പൊക്കോളൂ, മെഡിസിൻസ് അവിടെ തരുമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്ത് ചെയ്തു? സ്ക്രീനിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഫാർമസിയിലോട്ട് അയക്കുകയാണ് ചെയ്തത്. അതാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ്? ഇത് കുറച്ചുകൂടി സേഫ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ക്വിക്കായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, എറേഴ്സ് ഉണ്ടാവില്ല. അതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ, HMSന്റെ ബെനിഫിറ്റ്. ഇനി എന്താണ്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ആരെങ്കിലും ഒന്ന് വായിക്കോ? ഒന്ന് വായിക്കോ ആരെങ്കിലും ഒരാള്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്തായിരിക്കും? സിയ വായിച്ചു. Remote patient monitoring. This is another aspiring feature of health information system which enables access to patients' details easy. Healthcare providers deliver good healthcare to the patients and mitigate severe condition expenses. Remote patient monitoring (RPM) is really useful for patients who are experiencing chronic health issues. Doctors use the information gathered through RPM
for monitoring patients' health status. Also, with these details, they can predict or end situations that would or else require serious medical intervention. Other than chronic healthcare, RPM is useful for other cases too, such as care for senior citizens, care after discharging a patient, treatment for behavioral health and substance abuse, etc. ഓക്കെ. അപ്പൊ എന്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാല് അതിന്റെ ഷോർട്ട് ഫോം ആണ് RPM. എഴുതി വെക്കാട്ടോ, നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. RPM, എക്സ്പാൻഡ് RPM എന്ന് ചോദിക്കും. എന്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ ഷോർട്ട് ഫോം ആണ് RPM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഫീച്ചർ ആണ് RPM എന്ന് പറയുന്നത്. ഓക്കെ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഫീച്ചർ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇതിലൂടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈസി ആയിട്ട് അസസ് ചെയ്യാനായിട്ട് പറ്റും, അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നല്ലൊരു ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട്, രോഗികൾക്ക് നല്ലൊരു ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് ഇത് പ്രയോജനകരമാണ്. അതുപോലെ തന്നെ മിറ്റിഗേഷൻ അല്ലെ, മിറ്റിഗേറ്റ് സിവിയർ കണ്ടീഷൻ എക്സ്പെൻസസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഈ മിറ്റിഗേറ്റ് സിവിയർ കണ്ടീഷൻ എക്സ്പെൻസസ് എന്നൊക്കെ പറയുന്നത്? ഇപ്പോ രോഗികൾക്ക് എന്താണ് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പലരിൽ നിന്നും ധനസഹായം കിട്ടില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലൊക്കെ നിങ്ങൾ ധനസഹായം കാരണം മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് ബസ്സിലെ ആളുകളൊക്കെ എന്താണ് അല്ലെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? ആളുകള് ബസ്സിലൊക്കെ ആണെങ്കിൽ ആ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെയുള്ള പൈസ എന്ത് ചെയ്യും, സ്വരൂപിച്ചിട്ട് ആ വ്യക്തിക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ധനസഹായങ്ങളൊക്കെ കിട്ടുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെൻസസ് അതുവഴി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ധനസഹായം കിട്ടുമ്പോൾ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഇപ്പോ ഇതിൽ നിന്ന് കുറെ ഈ RPM അല്ലെ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് കുറെ ബെനിഫിറ്റ്സുകൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്? അടിയിൽ കണ്ടില്ല, പാരഗ്രാഫ് കണ്ടില്ലേ? അതർ ദാൻ ക്രോണിക് ഹെൽത്ത് കെയർ, RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് ടു, സച്ച് ആസ് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, സീനിയർ സിറ്റിസൺ അങ്ങനെ കിട്ടുന്നുണ്ട്. അതുപോലെ എന്താണ് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുന്ന പേഷ്യൻസിന്, അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഇത് കൂടുതൽ പ്രയോജനകരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. RPM is useful for എന്നുള്ളത് ആ സെന്റൻസ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ആർക്കൊക്കെയാണ് ഈ RPM പ്രയോജനകരമാകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. പിന്നെന്താണ് RPMന്റെ ഫുൾ ഫോം ചോദിക്കാം. ഓക്കെ, ഇനി മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്? മെഡിക്കൽ റെക്കോർഡിലൊക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഓർമ്മയുണ്ടോ? ആരാ വായിക്കാ? സുഷ ഒന്ന് വായിക്കോ മോളെ? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് വായിച്ചോളൂ. Master Patient Index. Master Patient Index has gathered popularity across many hospitals and large organizations of medical practices. With this technology, one requires to feed the patient's information once. After that, it gets connected to numerous databases, and therefore this data can be useful in the future for other lab tests and clinical departments. Finding the data manually every time is not needed then. The ease of access to a patient's details is the most important benefit of using the Master Patient Index. Also, it is totally automated, minimize the possibility of errors, and improve the safety of the information. ഓക്കെ, എന്തായിരുന്നു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്? പഠിച്ചിട്ടുണ്ടാവുമല്ലോ മെഡിക്കൽ റെക്കോർഡിലൊക്കെ. എന്തായാലും മിസ് പറഞ്ഞു തന്നിട്ടില്ലേ? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്?
എന്തായിരിക്കും? ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുന്നു, ഫസ്റ്റ് എന്താ ചെയ്യാ? ആദ്യം പോയിട്ട് തന്നെ ഡോക്ടറെ കാണാൻ പറ്റുമോ? പേഷ്യന്റ് ഇൻഫർമേഷൻസ് അല്ലെ? ഓക്കെ, അതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പറയാം എന്താണ്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, ആദ്യം അയാൾ എന്ത് ചെയ്യും? അയാളുടെ പേര് വിവരങ്ങള് അല്ലെ, UHID ക്രിയേറ്റ് ചെയ്യും അല്ലെ, രജിസ്ട്രേഷൻ നടത്തും, എന്നിട്ടാണ് ഡോക്ടറെ കാണുന്നത് അല്ലെ. ഓക്കെ, അപ്പോ എന്താണ്? ആ UHID ക്രിയേറ്റ് ചെയ്യുമ്പോ അയാളുടെ സകല ഡീറ്റെയിൽസും, ഫുൾ ഡീറ്റെയിൽസും എന്തിലുണ്ടാവും? HIS ഉണ്ടാവും അല്ലെ, കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ പോയിട്ട് ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടുവരാൻ. അപ്പൊ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോ അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് എന്താണ് കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ആണോ? ഓക്കെ, അപ്പൊ നേരിട്ട് ഡോക്ടർക്ക് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്, എന്താണ് ടെസ്റ്റ് റിസൾട്ട്, അതിന്റെ ഫൈനൽ റിപ്പോർട്ട് എന്താണെന്നുള്ളത് കമ്പ്യൂട്ടർ വഴി കിട്ടുന്നുണ്ട്. അപ്പൊ അതെന്താണ്? അതൊരു കാര്യമാണ് ഈ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് ആ പേഷ്യന്റിന്റെ സകല ഡീറ്റെയിൽസും, ഓൾ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. പിന്നെന്താണ്? ഇപ്പോ നമ്മള് പേഷ്യന്റ് ആദ്യം വന്നു, അയാളുടെ പേരും വിവരങ്ങളൊക്കെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി അതിനുശേഷം വീണ്ടും ഡോക്ടറെ കാണാൻ വരുമ്പോ പിന്നെ നമ്മള് ഈ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? എന്താ ചെയ്യാ? കൊടുക്കേണ്ടി വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിനകത്തുള്ളത് കൊണ്ടല്ലേ, HIS ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? അയാളുടെ UHID വെച്ചിട്ട് നമുക്ക് എന്താണ് ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് സകല ഡീറ്റെയിൽസും അയാളെ കുറിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി അല്ലെ, ടോട്ടലി ഓട്ടോമാറ്റിക്കലി ആയതുകൊണ്ട് തന്നെ എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സേഫ് ആയിരിക്കും അല്ലെ, പേഷ്യന്റ് ഇൻഫർമേഷൻസ് സേഫ്റ്റി ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ഇനി ലാസ്റ്റ് ഈ റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്നുള്ളത് ചുരുക്കി എഴുത്ത് ആണ് ചുരുക്കി എഴുത്ത് രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്ര മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് വരെ നമുക്ക് ബെനിഫിറ്റ് പഠിക്കേണ്ടതുള്ളൂ. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്നുള്ളത് ആ ഹെൽത്ത് ഇൻഫർമേഷന്റെ സൈഡിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇതൊരു പോയിന്റ് അല്ല കേട്ടോ. ഓക്കെ, റാപ്പിംഗ് ഇറ്റ് അപ്പ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം will go on to bring changes in healthcare service with the assistance of powerful system in hospital and medical procedures. Not only will the efficiency of the professionals be increased, but also their work will become easier and more organized. As a result, they focus on giving better care to the patient and improving patient engagement and conduct. In short, HIS offers a win-win situations for both patients and the health care providers when it comes to refined care delivery services. എന്താ പറയുന്നത്? ഇത് ചുരുക്കി ആ ബെനിഫിറ്റുകളൊന്നും ചുരുക്കി പറയുന്നതാണ്, കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. ഒരു പോയിന്റ് അല്ല, നെക്സ്റ്റ് പോയിന്റ് അല്ല എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പൊ എന്താണ്? HMS-ലൂടെ വളരെയധികം പേഷ്യൻസിനായാലും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനായാലും യൂസ്ഫുൾ ആണല്ലേ ഈ HMS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് ധാരാളം സ്റ്റഡീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. കൂടാതെ ധാരാളം ബെനിഫിറ്റുകൾ നമുക്ക് ഈ HIS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HIS ഇല്ലാതെ ഹോസ്പിറ്റലില് ഒരു ഫംഗ്ഷനും നടക്കുന്നില്ല എന്നതാണ് ഇവിടെ കൺക്ലൂഷൻ ചെയ്ത് പറയുന്നത്. നമുക്കറിയാലോ HMS-ലൂടെ എന്താണ് നല്ല രീതിയിൽ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും, ടെസ്റ്റ് റിസൾട്ടുകള്, അതുപോലെ പ്രിസ്ക്രിപ്ഷനുകള്, എന്തെങ്കിലും എന്താണ് മരുന്നുകളുടെ ഒക്കെ നമുക്ക് ഫാർമസിയിലൊക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് ഓൺലൈനായിട്ട് നമുക്ക് തിരിച്ചു ചോദിക്കാനായിട്ടൊക്കെ പറ്റും. അതൊക്കെ എന്താണ്? പിന്നെ നമ്മുടെ സ്റ്റാഫുകൾക്കാണെങ്കിൽ എന്താണ് അവിടുത്തെ വർക്കുകൾ അല്ലെ,
വർക്കുകളൊക്കെ അവർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് ക്വിക്കായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എറേഴ്സ് കുറവായിരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് HMS സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ HMS ഇല്ലാതെ ഹോസ്പിറ്റലുകളിലെ ഒരു ഫംഗ്ഷനും നടത്തുന്നില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ഇനി മിസ് തേർഡ് മൊഡ്യൂള് തുടങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. PDF എടുത്തേക്കാം. ഫസ്റ്റ് ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ്സിൽ നമ്മള് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രോസസ് അല്ലെ, പ്രൊസീജിയേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ. റുട്ടീൻ ഡിസ്ചാർജ് പ്രൊസീജിയർ, അതുപോലെ തന്നെ AME ഡിസ്ചാർജ്, പിന്നെന്താണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് ഫെസിലിറ്റി, ഡിസ്ചാർജ് ടു ഹോസ്പിസ് ഓർ പാലിയേറ്റീവ് കെയർ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. AME ഡിസ്ചാർജ് എന്താണ്, അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റിൽ തരുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ, ഫൈനൽ എക്സാമിന് നിങ്ങൾ എന്താണ് ഗൈഡ് നോക്കി പഠിക്കണം കേട്ടോ. ഫൈനൽ എക്സാമിന് നിർബന്ധമായിട്ടും ഗൈഡ് പഠിക്കാം. അതുപോലെ മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഓർത്ത് പഠിക്കാം കേട്ടോ. ഓർത്ത് വെച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കി പഠിക്കാം. പിന്നെ വരുന്നത് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജിലെ, അതിനകത്ത് പർപ്പസ് ഒന്ന് നോക്കാം. അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് കേട്ടോ. ഫ്ലോ ചാർട്ട് പഠിക്കാം കേട്ടോ. ഫ്ലോ ചാർട്ട് അറിയാലോ, അത് പഠിക്കാം. അതുപോലെ ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞത് എന്താണ്, ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ഡിസ്ചാർജ് സമ്മറിയിൽ അത്രയും ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എടുത്തോ? മാർക്കറ്റിംഗ് ആണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്റർ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗില് 4 P's ഓഫ് മാർക്കറ്റിംഗ് അറിയാലോ. 4P, 4 Pകൾ അല്ലെ. 4 P ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. ഓക്കെ, ഇനി എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്നുള്ളത്, എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ ഓരോ സ്ട്രാറ്റജീസ് പഠിക്കണം കേട്ടോ. പ്ലേസ് സ്ട്രാറ്റജി എന്താണ്, പ്ലേസ് സ്ട്രാറ്റജിയുടെ പറയുന്ന മറ്റൊരു പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഇതൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ എന്താണ് ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടില്ലേ, 6 സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1 എന്താണ്, ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, സ്ക്രീനിങ്. അപ്പൊ ഏതൊക്കെയാണ്, ചിലപ്പോ സ്റ്റെപ്പ് 1 എന്താണെന്ന് ചോദിക്കും, ചിലപ്പോ സ്റ്റെപ്പ് 6 എന്താണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ്, സ്ക്രീനിങ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ആ സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഉള്ളിലുള്ള ഓരോന്ന് പഠിച്ചു വെക്കുക എന്താണെന്നുള്ളത് കേട്ടോ. അതുപോലെ എലമെന്റ്സ് ഓഫ് ദി മാർക്കറ്റ് പ്ലാൻ അറിയാലോ. മാർക്കറ്റ് റിസർച്ച് എന്താണ്, അതുപോലെ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സർവേ ഉണ്ട്, എന്താണ് ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ്, ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. അതൊക്കെ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താണ്, പഠിച്ചിട്ടില്ലേ നമ്മള്, അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ബാക്കിയുള്ളത് മിസ് പറയാത്തത് വായിക്കേണ്ടെന്നല്ല കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻ എപ്പോഴൊക്കെ വരുന്നുള്ളത് അറിയില്ല. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഉള്ളത് പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ എന്തായാലും നോക്കണം. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇനി അടുത്തത് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എടുത്തോ? മെറ്റീരിയൽസ് മാനേജ്മെന്റ്
ഗൈഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പ്രിന്റഡ് നോട്ട് നിങ്ങളുടെ കയ്യിലുള്ള PDF എടുത്ത് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിലുള്ള ഓരോ ക്വസ്റ്റ്യനും നോക്കി പഠിച്ചാൽ മതി കേട്ടാ. ഗൈഡ് വാങ്ങാത്തവര് പേടിക്കില്ല. ഫൈനൽ എക്സാമിന് ഗൈഡ് എന്താണ് ഗൈഡിൽ നിന്ന് നോക്കി പഠിക്കുന്നതായിരിക്കും ഉപകാരപ്രദം. സാറ് പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ജയദേവൻ സാറ്? മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മറ്റൊരു പേരെന്താണ്? ഇൻട്രൊഡക്ഷനിലുണ്ട് കേട്ടോ. എന്താണ്? സ്റ്റോർസ് മാനേജ്മെന്റ്. ഒന്ന് നോക്കാം. അതുപോലെ മേജർ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ വരുന്നത് IMM എന്താണെന്നുള്ളത് നോക്കാം. വാല്യൂ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡയഗ്രാമിലേക്ക് ഒന്ന് നോക്കാം കേട്ടോ. നമുക്കറിയാം, എളുപ്പമാണ് അതൊക്കെ പഠിക്കാനായിട്ട്. അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റില് 6 hours ഓഫ് പർച്ചേസിംഗ് ഇല്ലേ, അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെന്താ, നെഗോഷിയേഷൻ എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നെഗോഷിയേഷന്റെ സ്റ്റെപ്പ് നോക്കണം. പ്രോസസ് കേട്ടോ. പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ 3 phase ആണുള്ളത്. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ലീസിങ് എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. ലീസിങ്ങില് ലെസ്സർ ലെസ്സി ആരാണ് എന്നുള്ളതൊക്കെ നോക്കി വെക്കാം. അതുപോലെ ഒബ്സലൻസ് ഔട്ട്ലേ എന്താണ്? 1 mark ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഔട്ട്ലേ, ഒബ്സലൻസ് ഇതൊക്കെ ചോദിക്കാം. അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ എന്താണ് റിസർവ് സ്റ്റോക്കിന്റെ മറ്റൊരു പേര് എന്താണ്? റിസർവ് സ്റ്റോക്കിന്റെ എന്താണ്? ഏതാണ്? ബഫർ സ്റ്റോക്ക് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ബഫർ സ്റ്റോക്ക്. അതുപോലെ കോഡിഫിക്കേഷൻ എന്താണ്? വാട്ട് യു മീൻ ബൈ കോഡിഫിക്കേഷൻ? അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം കേട്ടോ. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, ആൽഫബറ്റിക്കൽ ഉണ്ട്, ആൽഫ ന്യൂമറിക്കൽ ഉണ്ട്, ഡെസിമൽ ഉണ്ട്, കൊഡാക് ഉണ്ട്. ഓക്കെ, റിഷ് സിസ്റ്റം ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ABC അനാലിസിസ്. എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ABC അല്ലെ, മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ്. ഇനി A ഗ്രൂപ്പില് ഏതൊക്കെ ഐറ്റംസ് ആ വരുന്നത്? ഏത് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആണ് A ഗ്രൂപ്പിൽ വരുന്നത്? എങ്ങനെയാണ് മെറ്റീരിയൽസിനെ തിരിച്ചിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? A ഐറ്റത്തിൽ വരുന്ന മെറ്റീരിയൽസ് ഏതാണ്? കോസ്റ്റ്ലി ആണ്. വെരി ഗുഡ്. B ഐറ്റത്തിലോ? കോസ്റ്റ്ലിയും അല്ല, വളരെ ചീപ്പുമല്ല അല്ലേ. ഇനി C ഐറ്റത്തിൽ വരുന്നത് ചീപ്പ്. ഇനി പിൽഫ്രേജ് എന്താണ്? അതൊന്ന് നോക്കാം കേട്ടോ. പിൽഫ്രേജ് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, അത്രമാത്രം ഒന്ന് നോക്കാം. ബാക്കിയുള്ളതൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിൽ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്: മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്.
ആ ഇതൊന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. എക്സ്റ്റേണൽ ആവുമ്പോ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത്, അതുപോലെ ഇന്റേണൽ ആവുമ്പോ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനകത്ത്. ആ കണ്ടന്റ് മാത്രം ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് മെയിൻ ആയിട്ട് 2 എണ്ണമാണുള്ളത് അല്ലേ? ആണോ നമ്മൾ പഠിച്ചത്? മെയിൻ ആയിട്ട് കൺകറന്റ് ഓഡിറ്റും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഏതാ? 6 എണ്ണം ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചില്ലേ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ഇനി പറയുന്നത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരൊക്കെ ഉണ്ടാവാം? ചെയർമാൻ, പിന്നെ 3 ആൾക്കാരാണല്ലോ ഉള്ളത്. ഏതൊക്കെയാണ്? ചെയർമാൻ ഉണ്ട്, പിന്നെ ഏതാ? മെമ്പർ സെക്രട്ടറി, ഡിപ്പാർട്ട്മെന്റ് മെമ്പേഴ്സ് കേട്ടോ. പിന്നെ അവര് മീറ്റിംഗ് കൂടുന്നത് എപ്പോഴൊക്കെയാണ്? എന്നാ മീറ്റിംഗ് കൂടുന്നത്? അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിനെയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അതുപോലെ ഡയഗ്രാംസ്, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് പഠിക്കാം. 2 ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്റ്റേജ് 1 പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിലെ ആ ഡയഗ്രാം 5 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ 3 കാര്യങ്ങൾ അല്ലെ? മോക്ക് ടെസ്റ്റിൽ വന്നിട്ടുള്ളതല്ലേ? ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഡയഗ്രാംസ് പഠിക്കാം. അതുപോലെ സ്റ്റേജ് 6 വരെ റീ ഓഡിറ്റ് വരെയും ഒന്ന് ഓർത്ത് വെക്കാം, അതിനുള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, കണ്ടന്റ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട് അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇനി ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിൽ വരുന്നത് ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസ് ഇതൊക്കെ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് നോക്കാം. അതുപോലെ ഓർഗാനോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്? മാനേജർ. സെക്കൻഡ് പൊസിഷനിൽ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ലാസ്റ്റ് പൊസിഷനിൽ എംപ്ലോയീസ് കേട്ടോ. ഓർത്ത് വെക്കാം. അതുപോലെ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് യൂസ് ചെയ്യുന്നത് ചെക്ക് ലിസ്റ്റ്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് monitoring and improving patient satisfaction. ഇതിനകത്ത് വരുന്നത് 5 reasons ഇല്ലേ? 5 reasons അതൊന്ന് നോക്കാം കേട്ടോ. 5 reasons. അതുപോലെ സ്ട്രാറ്റജീസ്, അതിന്റെ കൂടെ തന്നെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഇല്ലേ? ഇതൊക്കെ ഒന്ന് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടാ. അധികം ഇമ്പോർട്ടന്റ് അല്ല. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് ക്വാളിറ്റി മാനേജ്മെന്റില് ക്വാളിറ്റി എന്താണെന്നുള്ളത് നോക്കാം. കമ്പോണൻസ് നോക്കാം കേട്ടോ. കമ്പോണൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്?
good thinking. Okay. Quality. Components നോക്കാം. അതുപോലെ ORS. എന്താണ് ORS? ടെസ്റ്റിലൊക്കെ വന്നതാണ് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ORS, expand ORS. അതുപോലെ JCI, introduction to JCI. JCI നോക്കണം. Accreditation important ആണ്. NAB നോക്കാട്ടോ. NAB mainly divided hospital into two main divisions. ഏതൊക്കെയാണ്? SCHO. പിന്നെ ഏതാ? HCO. രണ്ട് കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാം. പിന്നെ അടുത്തത് ഏതാണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഫോർമുല ഏതൊക്കെയാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? The time first ഇതാട്ടോ. ഫസ്റ്റ് ഒന്നാമത്തെ the time taken for initial assessment. അതുപോലെ നാലാമത്തെ medication errors rate. ഏഴാമത്തെ 7th one percentage of unplanned return to OT. അതുപോലെ ഒമ്പതാമത്തെ percentage of transfusion reaction. ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായും ഈ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കാര്യങ്ങൾ ഫോർമുലാസ് പഠിച്ചു വെക്കാം. പിന്നെ പത്താമത്തെ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. അതുപോലെ 14ാമത്തെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. 17ാമത്തെ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. 19, 21, 23, 24, 28, 31, 32 അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? നമ്മള് ക്ലാസ് എടുത്തപ്പോ ഞാൻ അടയാളപ്പെടുത്തി തന്നതാണ്. അത് പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ബേസിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മിസ് എടുത്തത് വരെ ഒന്ന് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം കേട്ടോ. HIS ന്റെ ഫുൾ ഫോം എക്സ്പാൻഡ് HIS. അതുപോലെ അതിന്റെ കമ്പോണൻസ് ഏതെല്ലാമാണ് ഇതുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. കമ്പോണൻസ് ഏതൊക്കെ വരുന്നുണ്ട്? ബെനഫിറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കാം കേട്ടോ. മിസ് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് ഇല്ലേ, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ ഈ HIS-ല്. ഓക്കെ, ബെനഫിറ്റ്സ്, കമ്പോണൻസ്, അതുപോലെ HIS-ന്റെ എക്സ്പാൻഡഡ് ഫോം ഇതൊക്കെ നോക്കാം. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതിനകത്ത് എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്സ് അല്ലെ? നമ്മള് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CPU, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇതൊക്കെ നോക്കാം. അതുപോലെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ഇതിനെയാണ്. ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ CPU, മറക്കരുത് കേട്ടോ. അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡ് നോക്കാം. അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പവർ പോയിന്റ് നമുക്കറിയാലോ, സ്ലൈഡ് ആയിട്ടായിരിക്കും ബന്ധമുണ്ടായിരിക്കുക അല്ലെ? സ്ലൈഡ് ക്രിയേഷൻ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്താണ് സ്ലൈഡ് ക്രിയേഷൻ അല്ലേ?
സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ഫോർമാറ്റിംഗ്, അങ്ങനെ സ്ലൈഡ് വെച്ചിട്ടാണ് എല്ലാവരും തുടങ്ങുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർത്ത് കണക്ട് ചെയ്ത് പഠിക്കാം. ഏതെങ്കിലും കോഡൊക്കെ ഇട്ടിട്ട് പഠിക്കാം കേട്ടോ. എക്സൽ പഠിക്കാം. എക്സൽ ഒക്കെ ഒന്ന് നോക്കാം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഓൺലൈൻ സെക്യൂരിറ്റി നമ്മൾ എടുത്തില്ലേ, മാൾവയർ, അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. മാൾവയേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നല്ലോണം പഠിച്ച് എല്ലാവരും പരീക്ഷ എഴുതാം. ഓക്കെ, നമ്മുടെ ബാച്ചിൽ എല്ലാവർക്കും 100% മാർക്ക് കിട്ടണം. കിട്ടോ? ഉറപ്പാണോ? മിസ്സിന് വിശ്വസിക്കാൻ പറ്റോ? ഓക്കെ, ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ആണ്. ഞങ്ങൾക്ക് അഭിമാനിക്കാം. എല്ലാവരും 100% മാർക്ക് വാങ്ങി കോൺവെക്കേഷൻ നടത്തിയാല് അപ്പൊ ഞങ്ങൾക്ക് സന്തോഷായിരിക്കും എല്ലാവരും വാങ്ങിക്കുമ്പോ. അഭിമാനിക്കാം അല്ലെ എല്ലാ ടീച്ചർമാരുടെ മുമ്പില്? ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മിസ്സിനോട്? എല്ലാവരും ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്തേ നോക്കട്ടെ എല്ലാവരും. ഇത്ര നാള് മിസ്സുമാരിക്കൊക്കെ എന്താ പോർഷൻ തീർക്കണം, അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടാണ്. മാർട്ടിൻ, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് അല്ലെങ്കിൽ വർത്താനൊക്കെ പറയാൻ പറ്റും, പാട്ട് പാടാം. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ അത് പറ്റില്ലല്ലോ, പോർഷൻസ് ഒക്കെ എടുത്ത് തീർക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് മിസ് വർത്താനം ഒന്നും പറയാതെ പോർഷൻസ് ഒക്കെ എടുത്ത് തീർത്തത് കേട്ടോ. ഓക്കെ, ഇനി മിസ് എടുത്ത ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ചിലപ്പോ ക്ലാസ് എടുക്കണമെങ്കിൽ ഇടയിലായിരിക്കും പേജ് നമ്പർ അല്ലെങ്കിൽ ഏതാണ് ചാപ്റ്റർ എന്നൊക്കെ ചോദിക്കുമ്പോ ചിലപ്പോ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. ഓക്കെ, പഠിച്ചു തുടങ്ങിയില്ല എല്ലാവരും? ശ്രീലക്ഷ്മി. ഓക്കെ, മാർട്ടിനൊക്കെ ബൊമ്മക്കുട്ടി ആയി തോന്നുന്നുണ്ട്. വണ്ണം വെച്ചോ മാർട്ടിൻ? ആരെന്തൊന്നും മിണ്ടാത്തെ? കുറഞ്ഞതാണോ? ഗൈഡിലെ ക്വസ്റ്റ്യൻസ് മെയിൻ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. ഗൈഡ് നോക്കാം കേട്ടോ, നോക്കി പഠിക്കണം മെയിൻ എക്സാമിന്. അയ്യോ മ്യൂട്ട് ആണോ? ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, മ്യൂട്ട് അല്ലല്ലോ. കേട്ടോ, 1 മിനിറ്റ്. മ്യൂട്ട് അല്ലല്ലോ. മേഡം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ മോനെ? ചോദിച്ചോ. അതായത് നമ്മളെ ഈ പരീക്ഷ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ജോബാണ് കിട്ടുന്നത്? ഏത് മേഖലയിലാണ് ജോബ് കിട്ടുന്നത്? അത് നിങ്ങളുടെ സ്കില്ല്
ഇതൊക്കെ അനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. സ്കില്ല്, നോളജ്, ഇന്റലിജൻസ് അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടല്ലോ ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. റിസപ്ഷനിലാവാം, എന്താണ് ഇൻഷുറൻസിന്റെ ഓഫീസിലാവാം, അങ്ങനെ പല മേഖലയിലും നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, ഒന്ന് പറയാവോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എവിടെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന്. അതാണ് പറഞ്ഞത്. ചിലപ്പോ എന്താണ് അക്കൗണ്ട്സിലാവാം, റിസപ്ഷനിലാവാം, എൻക്വയറിയിലാവാം, അങ്ങനെ പല മേഖലയിലാണ് കിട്ടുന്നത്. ചിലപ്പോ അറ്റൻഡർ ആവാം, അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസിന്റെ ഓഫീസിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റ് എൻട്രി ഒക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ പിന്നെ ഓക്കെ, മാം ഗൈഡ് ഇല്ലെങ്കിൽ പ്രോബ്ലം ആവോ? ഗൈഡ് വാങ്ങിച്ചിട്ടില്ലേ മോള്? അല്ല, എനിക്ക് പ്രിന്റഡ് നോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഫോർ 4 മോഡ്യൂൾസിന് പ്രിന്റഡ്, അതെ PDF വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഗൈഡ് വാങ്ങിയിട്ടില്ലായിരുന്നു. കുഴപ്പമില്ലടാ, പഠിച്ചാൽ മതി. അല്ല, പാസ്സായിട്ട് നോക്കാം. അതിലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണല്ലോ ഗൈഡിലും ഉണ്ടായിരിക്കുന്നത്. മോൻ അത് പഠിച്ചാൽ മതി. പാസ്സാവാതിരിക്കില്ല, അതാ പാസ് ആവാതെ ഇരിക്കില്ല. ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് മോൻ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെയാണ്. പറഞ്ഞോ. മിസ്, ഇപ്പൊ ക്ലാസ്സിൽ എടുത്തു നിർത്തിയ പോർഷന്റെ ബാക്കി ഭാഗമില്ലേ, അതിനി എടുക്കൂലേ? എടാ, അതാ അതിനെ മിസ് എടുത്തിട്ടുണ്ട്. ആണോ? ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. റെക്കോർഡിംഗ് ക്ലാസ് പോയി കാണട്ടാ. മിസ് എടുത്തിട്ടുണ്ട്. ആദ്യ മിസ്സിന്റെ ചാപ്റ്റർ ആയിരുന്നു. ആദ്യ മിസ്സിന് അവർ കുറവായത് കാരണം മിസ് സ്റ്റാർട്ട് ചെയ്തതാണ് മിസ്സിന്റെ പോസ്റ്റിംഗ് കഴിഞ്ഞപ്പോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എല്ലാവരും. സൂക്ഷിച്ചൊന്നുമില്ലേ? പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു. ഇതേ ഉള്ളൂ മിസ്. തുടങ്ങിക്കോളൂട്ടോ. കുഴപ്പമുണ്ടാവില്ല, കാരണം 2 മൊഡ്യൂളല്ലേ ഉള്ളത്. ഈ മൊഡ്യൂൾ എക്സാം കഴിയുമ്പോ ഒന്നും കൂടി ഉഷാറാവുമെന്ന് വിചാരിക്കാം. മോഡൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫൈനൽ എക്സാമിലോട്ട് കിടക്കണേ അല്ലേ? അപ്പൊ ഉഷാറായിക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പ്രോഗ്രാം ഒക്കെ ഉഷാറായിരുന്നോ? കോൺവെക്കേഷൻ സെറിമണി അല്ലേ, സൂപ്പർ ആയിരുന്നു. വീഡിയോസ് ഉണ്ടായിരുന്നോ? എല്ലാം സ്റ്റാറ്റസിൽ കണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നടത്തണ്ടേ? അപ്പൊ എക്സാം കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്നിട്ടായിരിക്കൂലേ സെറിമണി ഉണ്ടാവുക? എക്സാം ഒക്കെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷമായിരിക്കും. എല്ലാവരും കയറി 100% മാർക്ക് വാങ്ങിക്കാം. നമുക്ക് എല്ലാവർക്കും കയറി സ്റ്റേജില് നമുക്ക് എന്താണ് സമ്മാനമൊക്കെ വാങ്ങിക്കാം. ഞങ്ങൾക്ക് അഭിമാനിക്കാം. അപ്പൊ ഞങ്ങളുടെ ബാച്ച്, ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച്, ഞങ്ങളുടെ 3 മിസ്സുമാരുടെ ഫസ്റ്റ് ബാച്ചാണ്. എല്ലാവരും വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നന്നായിട്ട് പഠിക്കാം എല്ലാവരും. ശ്രമിക്കാം മിസ്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് മിസ്സേ. കിട്ടും, ശ്രമിച്ചാ മതി. അപ്പൊ നമുക്ക് എന്താണ് മോളിൽ തരൂലേ, കാണാതിരിക്കൂലല്ലോ. ഉറക്കമൊക്കെ കളഞ്ഞിരുന്നിട്ടാ പഠിക്കുന്നേ. എന്താണ് ഉറക്കമൊക്കെ കളഞ്ഞിരുന്നിട്ടാ പഠിക്കുന്നേന്ന്. ഓക്കെ, അപ്പൊ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് സെക്കൻഡിൽ ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് മാം കിട്ടുന്നില്ല മാം. പറഞ്ഞില്ലേ, 3rd, 4th ഇത്തിരി പാടാണ്. നമുക്ക് വായിക്കുമ്പോ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളും ക്വസ്റ്റ്യനും ആൻസറും ഇപ്പോഴും അറിയാം. പക്ഷെ സെക്കൻഡും തേർഡും ചാപ്റ്റേഴ്സ് ഏതാണെന്ന് അറിയുന്നില്ല. അത്രയും ടഫ് ആയിട്ട് തോന്നുന്നു. എന്താണ് മിസ്, എത്ര ബാച്ച് ഒരുമിച്ചിട്ടാണ് കോൺവൊക്കേഷൻ നടത്തിയത്? ഇപ്പൊ അത് 2-3 ബാച്ച് ഉണ്ടായോ? 5th ബാച്ചാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ചാണോ?
54 ഞങ്ങളുടെ പിള്ളേരുണ്ടായിരുന്നു. അത്ര പിള്ളേരുണ്ടായിരുന്നു, 154. അപ്പൊ നമുക്ക് കുറച്ച് ലേറ്റ് ആവുമെന്ന് ഞാൻ ചോദിക്കണേ, ഏപ്രിലൊക്കെ കഴിയുമെന്ന് ചോദിച്ചത്. നമ്മുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന അതൊക്കെ കഴിയുമ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് ഓഫീസിൽ വിളിച്ച് ചോദിച്ചു നോക്ക് സാറിനോട്. ശരി ശരി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാലോ. അല്ല, അധികം ലേറ്റ് ആവുമെന്ന് അറിയാനായിരുന്നു. ഇല്ല സാറിനോട് പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. റിസൾട്ട് ഒക്കെ പെട്ടെന്ന് വരുമോ? റിസൾട്ടിന്റെ കാര്യം അറിയില്ല കേട്ടോ. വരെയിരിക്കും, പെട്ടെന്ന് വരെയിരിക്കും, അറിയില്ല. ഇന്നലത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് എന്റെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് മതി. ഓക്കെ. നോമ്പ് എപ്പോഴാ പിടിക്കുന്നത്? നോമ്പ് മാർച്ച് 1 ആയിരിക്കും. പക്ഷെ മാർച്ച് ഏപ്രിൽ 1 ശേഷമൊക്കെ കോൺവെക്കേഷൻ വെക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നേ. പറയാം ഓഫീസിൽ, അല്ലെങ്കിൽ സാറ് വരുമ്പോ പറഞ്ഞോളാം. മിസ് ഇന്നലത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടിയില്ലല്ലോ. ഓഫീസില് നോക്കിയാൽ കിട്ടുമല്ലോ, യൂട്യൂബിൽ നോക്കിയാൽ മതി. വീട് എവിടെയാ? പറവൂര് തന്നെയാണോ? മൂത്തുകുന്നം, പറവൂര് അടുത്താണ്. മൂത്തുകുന്നം, ഓക്കെ. എന്റെ ഹസ്ബൻഡ് വീട് പറവൂരാണ്. ഓ, എനിക്കറിയാം. ചേന്നമംഗലം, മൂത്തുകുന്നം, നോർത്ത് പറവൂര്, ഏഴിക്കരയാണ് ഹസ്ബൻഡിന്റെ വീട്. ഞങ്ങളിപ്പോ എറണാകുളത്താണ്, തേവര. അടുത്ത് ആരെങ്കിലും ഉണ്ടോ പറവൂരടുത്ത്? മിസ് ഞാനുണ്ട്, ചേരാനെല്ലൂരാണ്. ഐശ്വര്യ, എവിടെയാണ് വീട്? ചേരാനെല്ലൂരാണ്. ചേരാനല്ലൂര്, സിഗ്നൽ ജംഗ്ഷൻ, വരാപ്പുഴ കഴിഞ്ഞു. അറിയാം. എന്റെ അമ്മ വീട് അവിടെയാണ്. അമ്മയുടെ വീട് വരാപ്പുഴ. ഞാൻ കോഴിക്കോടാണ് മാം. കോഴിക്കോടല്ലേ? ഓക്കെ. മാമിന്റെ ഫാമിലി ഒക്കെ സുഖമായിരിക്കണോ? സുഖം. എന്റെ വീട്ടില് ഡാഡി, മമ്മി, ഹസ്ബൻഡ്, UKG പഠിക്കുന്നു. ഞാൻ ഞാറക്കലാണ് മിസ്. അതെ, അടുത്താണല്ലോ. അടുത്താണ് തൊട്ടടുത്താണ്. പെരുമ്പള്ളി. ആദ്യമായിട്ട് സിയ, സുഷ, സദീര, പിന്നെ ജോബി, ഇവരൊക്കെയാണ് സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആളുകളല്ല. എന്തെങ്കിലും പറയുമ്പോഴും അവര് തന്നെയാണ് പറയുന്നത് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴും. ബാക്കി ആരും കാണാറില്ല. അതുകൊണ്ടാണ് മാർട്ടിൻ ഇടക്ക് ക്യാമറ ഓൺ ആക്കാറുണ്ട്. അവരെയൊക്കെയാണ് കൂടുതൽ പരിചയം. അതുകൊണ്ടാണ് ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ട് നേരിട്ട് കാണാം നമുക്ക്. അതന്നെ, അതാണ് രസമല്ലേ, നേരിട്ട് കാണുന്നത്. തേർഡും ഫോർത്തും PDF വായിക്കാതെ ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ചാൽ മതിയാവോ? എന്താണ് മോളെ അന്വേഷണം? എന്താ ഒന്നുകൂടി പറയോ? അല്ല, തേർഡും ഫോർത്തും പിന്നെ PDF വായിച്ചിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് ഗൈഡ് മാത്രം പഠിച്ചാൽ മതിയാവോ? ഗൈഡ് പഠിച്ചാൽ മതി. മോക്ക് ടെസ്റ്റും കൂടിയും നോക്കണം കേട്ടോ. നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റ് നോക്കാം. മാം ഇനി ഗൈഡ് കിട്ടുമോ? ഗൈഡ് കിട്ടിയിരിക്കും. ഞാൻ ഓഫീസിൽ ചോദിക്കട്ടെ കേട്ടോ. ഞാനും ഗൈഡ് വാങ്ങിച്ചിട്ടില്ല. ഗൈഡ് വാങ്ങിക്കാത്തവർ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ PDF നോക്കി പഠിക്കാം, മോക്ക് ടെസ്റ്റ് പഠിക്കാം. വായിക്കണമെന്നുണ്ടെങ്കിൽ വായിച്ചിട്ട് ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. PDF ആണോ അല്ലെങ്കിൽ എന്താണ്? PDF കയ്യിലുള്ളത്. തേർഡും ഫോർത്തും ഇത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ മോക്ക് ടെസ്റ്റ് പഠിച്ചാലും മതി നിങ്ങൾ കേട്ടോ. 1ഉം 2ഉം കുഴപ്പമില്ല, നമുക്ക് വായിച്ചാലും മനസ്സിലാക്കാം. ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേ തന്നെ പറഞ്ഞു. ഒരുമിച്ച് ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോഴേ മിസ് നമ്മുടെ എന്റെ വീഡിയോയും പിന്നെ നമ്മുടെ PDF കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ ആ പോർഷൻ കംപ്ലീറ്റ് ഒരു ചാപ്റ്റർ തീരുമ്പോ അതങ്ങനെ ഈസിയാണ്. ഞാനിപ്പോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ചാപ്റ്റർ കഴിഞ്ഞപ്പം അതിന്റെ എല്ലാത്തിന്റെ 4 ക്ലാസ് കഴിഞ്ഞു. ഒരു മോക്ക് ടെസ്റ്റ്, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഞാൻ ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസും. അപ്പൊ അതാവുമ്പോ അങ്ങനെ ആകുമ്പോ ഒറ്റ ഇതെങ്കിലും കഴിയും. ഒരുമിച്ച് അങ്ങനെ ഓരോ ദിവസത്തെ ക്ലാസ് ആകുമ്പോ എല്ലാവരുടെയും മിക്സ് തന്നെ ഇതല്ലേ. അല്ലാതെ ഓരോ ചാപ്റ്റർ വൈസ് ഈസി ആയിരിക്കും. അപ്പൊ ചാപ്റ്റർ വൈസ് നോക്കിയാൽ മതി. 1 and 2 ഇപ്പോഴും ഓർമ്മയില്ലല്ലേ? അതെ അതെ. 4ഉം 3ഉം ഇത്തിരി ബുദ്ധിമുട്ടാണ് മക്കളെ, അതുകൊണ്ടാണ് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇപ്പൊ ബേസിക് ഒക്കെ പറഞ്ഞതല്ലേ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ, അതൊക്കെ ഒന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ട്ടാ. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, നല്ല ക്ലാസ് ആയിരുന്നു മിസ്. നിങ്ങളുടെ 3 പേരുടെയും നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ സാറ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. സാറ് നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. സാറിന്റെ ക്ലാസ് നല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ക്ലാസ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഉപകാരമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണ്. മാക്സിമം ഒരുമിച്ച് ഒരേ സമയം കയറാൻ ശ്രമിക്കാറുണ്ട്. എന്തോ നല്ല ക്ലാസ് ആണ് മാം. ഞാൻ സുഷാന. നല്ല ക്ലാസ് ആണ് മാം. 3 മിസ് ചെയ്യും എന്തായാലും. അതന്നെ, ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഇത്തിരി ഭയങ്കര ഒരു എന്താ പറയാ, ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ബാച്ചാണ് നിങ്ങൾ. അതിന്റെ ഒരു ക്ലാസ്. ബാക്കിയൊക്കെ വെച്ചാൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുമ്പോ അത് വേറെയാണല്ലോ, സ്പെഷ്യൽ. കോൺവെക്കേഷൻ വരുമ്പോ നമുക്ക് കാണാം. വേഗം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എക്സാം ഒക്കെ എഴുതി നല്ല രീതിയിൽ എല്ലാവരും 100% മാർക്ക് വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, പ്രോമിസ് ആണോ എല്ലാവരും? ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, സുഷിന്റെ ക്യാമറ ഓൺ ചെയ്തില്ലേ? സുഷിനെ കണ്ടില്ലല്ലോ മിസ്. പോയോ സുഷ? സാദിര? ഓക്കെ, സാദിറൊന്നും ഇല്ലല്ലോ. ഓക്കെ, മിസ്മിനി മാം ഒരു ഡൗട്ട് ചോദിക്കാനേ. ചോദിച്ചോ. മറ്റേ ഫസ്റ്റ് ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിനി ഇന്റർവ്യൂവിന്റെ ഒരു ട്രെയിനിങ് പോലെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടായിനി, പക്ഷെ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ ഓഫീസിൽ ഞാൻ പറയാം, ചോദിക്കട്ടെ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.